ആളുകൾക്ക് അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ NSSനെതിരാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ആ തോന്നൽ മാറാൻ ഇത് വളരെയധികം ഉപകരിക്കും. നേരത്തെ ഒരു ഘട്ടത്തിൽ സഖ്യം ഉണ്ടായതായിരുന്നു, അദ്ദേഹത്തിൽ സംസാരിക്കുന്നതായിരുന്നു, പിന്നീട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അത് ഈ സംവരണമായിരുന്നു അതിന്റെ ബേസ്. ആ സംവരണത്തിന്റെ വിഷയം ഇപ്പോൾ ഒരു വിഷയമാണ്. അപ്പൊ അതിന്റെ പുറത്ത് പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം രണ്ട് ഭാഗത്ത് നിന്ന് ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടായിട്ടില്ല, വേറൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അതൊന്നും ഞാൻ പറയാൻ പറ്റില്ല. നിങ്ങളെല്ലാം കൂടി ചോദിക്കാതെ ജാതി സെൻസസിന്റെ ഒക്കെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇപ്പൊ കയറി അതൊന്നും ഇപ്പൊ കയറി ചോദിക്കണ്ട. ഞമ്മ NSSന്റെ അക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് നേരത്തെ വളരെ വ്യക്തമാക്കിയിട്ടുള്ള. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ തുറന്ന സമീപനത്തോട് ഇനി വരുന്ന കാലത്തുള്ളത് രാഷ്ട്രീയ സമീപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ചർച്ച ചെയ്യും. അതിൽ NSSന്റെ നിലപാടാണ് പ്രാധാന്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ നിലപാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. അല്ല, അതൊക്കെ ഞങ്ങൾ അടിസ്ഥാന മൂല്യങ്ങളിൽ NSS പറഞ്ഞത് രാഷ്ട്രീയ കാര്യമൊക്കെ ഉൾപ്പെടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇപ്പോൾ സമദൂരം തന്നെയാണ്. അതാരുമായിട്ടും ചർച്ച ചെയ്ത് മാറ്റാനൊന്നും പറ്റുന്ന കാര്യമില്ല. ആ ഒരു സമീപനം ആ സമീപനത്തോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയണം. അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ കൂടെ പോകും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ കൂടെ അദ്ദേഹത്തിന് പോകും. അത് ഐക്യത്തിന് തടസ്സമാവുകയും ആ നിലപാട് വന്നാലും ഈ സമദൂരം എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിക്കുമെന്നാണോ പറയാം? എന്നല്ലെന്ന് NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉണ്ട്. ഇപ്പം NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ 3-4 കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ട്. അതിന് കോട്ടം വരുന്ന തരത്തിൽ ഒരു ഇത് ഉണ്ടാകത്തില്ല. പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനകത്ത് രാഷ്ട്രീയവും ഒക്കെ മതസൗഹാർദ്ദവും രാഷ്ട്രീയവും എല്ലാം ഉൾപ്പെടും. എല്ലാ മതങ്ങളോടും എല്ലാ സമുദായങ്ങളോടും ഒരേ നിലപാടാണ് ഞങ്ങൾ എടുക്കാനുള്ള ഞങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്ന് പ്രധാനം അതാണ്. ഞങ്ങൾ ഏതെങ്കിലും മതത്തിനോട് വഴക്കിന് പോയിട്ടുണ്ട്, ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതെങ്കിലും SNDP NSSന്റെ ഐക്യം നേരത്തെ വന്നപ്പോൾ ഈ ഒരു വിഷയം നിന്നതുകൊണ്ട് ആ കാര്യത്തിലല്ലാതെ ഞങ്ങൾ ആരോടും ഒരു ഗുസ്തിക്കും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാവരോടും ഒരുപോലെ സൗഹാർദ്ദം ആയിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്ന്. അത് ഞാൻ മറുപടി പറയേണ്ടതല്ല. ഞാൻ അതിനൊന്നും മറുപടി പറയേണ്ട, അതൊക്കെ അവരൊക്കെ തമ്മിൽ തീർത്തിട്ട്. ഈ സഭകളിൽ ക്രൈസ്തവ സഭകൾ ഒരു നിലപാടെടുത്ത് അടുത്ത സർക്കാരിൽ ന്യൂനപക്ഷ വകുപ്പ് അത് മുഖ്യമന്ത്രിമാരാകാണെങ്കിലും അവർ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ്. ഇത്തരം വിഷയത്തിൽ ക്രൈസ്തവ ഈ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടൊരു കാര്യം, അടുത്ത സർക്കാർ വരുമ്പോ അതിൽ ഈ ന്യൂനപക്ഷ വകുപ്പ് ഇവിടെ ആണെങ്കിൽ സാധാരണ ലീഗൊക്കെയാണ് ഭരിക്കാറുള്ളത്, UDF ആണെങ്കിൽ അത് മുഖ്യമന്ത്രി തന്നെ അത് കൈവശം വെക്കണം എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ അങ്ങനെ വിവാദമുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ആയിരിക്കണം ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അതിനകത്ത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു പൊതു സ്വീകാര്യതയ്ക്ക് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള. അത് ഏതെങ്കിലും ജാതിയെ കണ്ടുകൊണ്ട് പറഞ്ഞല്ല. ഈ ലീഗിന് 7 മന്ത്രിസ്ഥാനം വേണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം മഞ്ഞളാംകുഴി അലി ഒരു അഭിമുഖത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നു. നേരത്തെ 5ാം മന്ത്രിസ്ഥാനമൊക്കെ വലിയ വിവാദമായതാണ്. ലീഗിന് എത്ര വേണേ കൊടുത്തോട്ടെ, ഞങ്ങൾക്ക് ഒരു മന്ത്രിയും വേണ്ട. ഞങ്ങളുടെ ഒരു പാർലമെന്ററി മോഹവും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങൾക്ക് ന്യായമായിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റുകളോട് മാറി വരുന്ന ഗവൺമെന്റുകളോട് അത് നിയമപരമായി നമുക്ക് കിട്ടാൻ അവകാശമുണ്ടെന്ന് ബോധ്യമുള്ളത് മാത്രമേ ഞങ്ങൾ ചോദിക്കുള്ളൂ. അനാവശ്യമായി
ഈ എന്തെങ്കിലും ഒരു അവകാശം വേണം, അല്ല ഇന്നത് വേണം എന്നും പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരുടെയും പണിക്ക് പോയി യാചിക്കാറില്ല. അത് അറിഞ്ഞുകൂടാ. എനിക്ക് ഇത് കണ്ടതല്ലേ ഉള്ളൂ, ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ. എന്നാ വരുന്നതെന്നൊന്നും അറിയാൻ പറ്റാം. അത് വെയിറ്റ് ആൻഡ് സീ. NSSനുമായിട്ടുള്ള ചർച്ച ഇവിടെ വെച്ച് നടക്കും. അത് ഞാനിപ്പോ പറയത്തില്ല. അങ്ങനെ ഒന്നും തന്നെ കളിയാക്കല്ലേ. എന്തോ സ്വീകരണം നമ്മളിവിടെ വരും, ന്യായമായിട്ടുള്ള അല്ലാതെ അതിന് വിശേഷമൊന്നുമില്ല. എന്നാ സ്വീകരണം? ഞാൻ അദ്ദേഹം വന്നാൽ എൻ്റെ ഒരു മകനെ പോലെ അനിയനെ പോലെ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ നേതാവായിട്ട് സ്വീകരിക്കുന്നതല്ല. ഇത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് യോഗം വിളിച്ചു കൂട്ടി. യോഗം എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റ് കൊടുക്കും, പരമോന്നത സഭ. അതാ അവര് വിളിച്ച ഈ വിവരങ്ങൾ പറയണം. ഇത് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഈ ഐക്യത്തിനുള്ള തീരുമാനം അവിടെ ഉണ്ടാകും. NSSന്റെ സംവിധാനം അനുസരിച്ച് അത് എല്ലാവരും അതിനോട് യോജിക്കാൻ ആണ് 100% സാധ്യത. അത് അവർ വന്ന് കണ്ടതിന് ശേഷം, കണ്ടുപോയതിനു ശേഷം നമ്മൾ വിളിച്ചു കൂട്ടണം. എനിക്കൊരു തോന്നിയിട്ടില്ല. ആശങ്കപ്പെടുന്നത് രാഷ്ട്രീയക്കാരാണ്, വേറെ ആരും ആശങ്കയ്ക്കൊന്നുമില്ല. ബാക്കിയൊക്കെ ഈ പൊള്ളത്തരം വൈകിട്ട് സന്ധ്യയ്ക്ക് പറഞ്ഞ് വിളിച്ചു പറയുന്ന ഓരോരുത്തരെ. ഇതിന് അല്ല, ഞാൻ ചർച്ചത്തെ ഐക്യത്തെ സ്വാഗതം ചെയ്തു. കണ്ടീഷണലായിട്ട് പറഞ്ഞല്ലോ, ഇന്ന തരത്തിലാണെങ്കിൽ ഐക്യം. കണ്ടീഷൻ ഇതല്ലേ പറഞ്ഞത്, NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ. അത് ഞങ്ങൾ എത്ര വന്നാലും ബലികഴിക്കത്തില്ല. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു ഇത്ര വെള്ളക്കൂടം വേണമെന്നോ കോടയോടൊന്നും ഉള്ളതല്ല, പൊതുതത്വമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് രാഷ്ട്രീയ കാര്യത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള നിലപാട് സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി, മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള നിലപാട് അതൊക്കെ അടിസ്ഥാനപരമാണ്. അതാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലല്ല ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. വരികയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ SNDPയുടെ ഒരാള് എന്നുള്ള നിലയില്ല. അങ്ങനെ അവരത്ര വിഡ്ഢികളാണോ? മുമ്പ് 2012 പിന്നീട് പലതവണ ഐക്യം ഉണ്ടായി. ഐക്യം പാതി വഴി ഉപേക്ഷിച്ച് രണ്ടുപേരും മടങ്ങി. ഈ ഒരു ഐക്യത്തിന് അങ്ങനത്തെ ഒരു ആശങ്ക നേതൃനിരയിലും പാർട്ടിയുടെ സംഘടനയ്ക്കകത്ത് ആളുകൾക്ക് ഉണ്ടോ? അതിപ്പം ഞങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അദ്ദേഹം പറയുകയും ചെയ്തു, ഇതിന് യാതൊരു അഴിവും ഇല്ല എന്ന് പറയുകയും ചെയ്തു. അതല്ലേ ഇപ്പൊ വിശ്വസിക്കാൻ ഒക്കൂ. ഞാനും സ്നേഹത്തോടെ നന്ദി പറയുന്നു.
ആവശ്യം എന്ന് പറയുമ്പോഴേ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നൊരു അർത്ഥം കൂടി ആണല്ലോ. വെല്ലുവിളി നേരിടുന്നില്ലേ? ഹിന്ദുക്കളുടെ യോജിപ്പില്ലായ്മ വെല്ലുവിളിയല്ലേ, ഹിന്ദുക്കളുടെ തന്നെ. പിന്നെ ഈ മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നും, അത് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും, അല്ലാതെ വേറെ സമുദായങ്ങളുടെ ഭാഗത്തല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പിന്നെ ഭീഷണികൾ നേരിടുന്നുണ്ട്. ഒരുമിച്ച് നിൽക്കാത്തവർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല എന്നുള്ള സാധനമല്ലേ? അല്ല, ഒന്നിച്ച് നിൽക്കാത്തതുകൊണ്ടല്ല. അപ്പം ഒന്നിച്ച് നിൽക്കുന്ന അവരുടെ SNDPയുടെ സംഘടന വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കല്ലേ, അവർ മുന്നേറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NSS ഞങ്ങൾ നിശബ്ദമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.